ചുറ്റും നിൽക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ ഏത് ഭയത്തിനകത്തും വീണു പോകുവാനുള്ള സാധ്യതയുണ്ട്. और ये जो बच्चा बस 2 भय जो उसके अंदर है, जैसे जैसे वो बड़ा होता है उसके अंदर कम से कम 7,000 भय, विभिन्न प्रकार के भय है जिसमें किसी एक में वो गिर सकता है. ഈ സൈക്കാട്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കണ്ടെത്തിയിരിക്കുന്നത്, ചിലർ പറയുന്നത്, പൊതുവിൽ പറയുന്ന 500-ലധികം ഭയങ്ങളുണ്ട് എന്നാണ്. എന്നാൽ സിംഗപ്പൂരിലുള്ള ഒരു സൈക്കാട്രിക് ഡോക്ടേഴ്സിന്റെ സംഘം അവർ കണ്ടെത്തിയിരിക്കുന്നത് 7,000-ലധികം ഭയങ്ങൾ മനുഷ്യനെതിരെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടെന്നാണ്. और मनोवैज्ञानिक का कहना है कि कुछ 500 कुछ डर है. लेकिन अभी सिंगापुर में कुछ लोग जो रिसर्च करते हैं उनका कहना है कि कुछ 7,000 प्रकार के भय है. അവരോരോ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അക്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തെക്കുറിച്ചുള്ള ഭയം, ആൻഡ് എയറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ പറക്കുന്നതിലുള്ള ഭയം, നൈക്ടോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പിനെ രാത്രിയെ ഭയപ്പെടുന്നു. और वो कई प्रकार के नाम दिया है, जैसे अक्रोफोबिया जो ऊंचाई से डरते हैं, और दूसरा है एरोफोबिया जो आप जब उड़ते हैं, जहाज में जब उड़ते हैं तब डर लगता है, और नाइट्रोफोबिया वो अंधकार से उनको डर लगता है. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതലാണ് മനുഷ്യനിൽ ഭയം പ്രവേശിച്ചത്. മനുഷ്യൻ വീണതിന് ശേഷം അവനിൽ പ്രവേശിച്ച ഒന്നാമത്തെ തിന്മ നിറഞ്ഞ വികാരം ഭയം ആകുന്നു. उत्पत्ति किताब उसके 3 अध्याय से मनुष्य के अंदर भय होता है. जब वो पाप में गिर जाता है सबसे पहले आने वाली भावना है भय. അതുകൊണ്ട് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ഭയം അറ്റാച്ച്ഡ് ആണ്. ഭയമില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അതിനാൽ ഭയത്തെ രണ്ടായിട്ട് തിരിക്കണം, ഹെൽത്തി ഫിയർ എന്നും അൺഹെൽത്തി ഫിയർ എന്നും. ഹെൽത്തി ഫിയർ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നു. और हमारे ये जो नर्वस सिस्टम से अभी भय जो है जुड़ गया है, भय को हमारे शरीर से या मन से हम हटा नहीं सकते. इसलिए भय को हम 2 विभाजन में कर सकते हैं. एक है स्वास्थ्य या अच्छा भय और एक अस्वस्थ भय. ഹെൽത്തി ഫിയർ ഒരു നിലയിൽ നമ്മുടെ സർവൈവലിന് ആവശ്യമാണ്. ഈ ഭൂമിയിൽ ഹെൽത്തി ഫിയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻ ടു ദ നെർവസ് സിസ്റ്റം ആൻഡ് വർക്ക്സ് ലൈക്ക് ആൻ ഇൻസ്റ്റിങ്ക്റ്റ്, and that is a basic human emotion. That fear is a basic human emotion. और गुणकारी जो भय है उसको इस प्रकार से कहा गया है कि वो हमें इस धरती में जीने के लिए आवश्यक है. वो हमारे नर्वस सिस्टम से जुड़ा हुआ है. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് മനുഷ്യന്റെ സംവിധാനത്തിൽ ഫിയർ എന്ന് പറയുന്നത്. അൺസേഫ് ആയിട്ടുള്ള ഡേഞ്ചർ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഫിയർ എന്ന് പറയുന്നത്. वहां पर देख सकते हैं भय को ऐसा कहा है, आपको जीने के लिए आपके सामने कुछ खतरा है, उस खतरे से बचने के लिए आपके अंदर एक भय उत्पन्न होता है. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബ്രെയിന് ഫിയർ മാത്രമേ അറിയത്തുള്ളൂ. और एक बात मैं कहना चाहता हूँ, आपके मस्तिष्क में बस ये भय को ही जानता है. ആകുലത എന്ന് പറഞ്ഞാൽ തലച്ചോറിന് മനസ്സിലാകത്തില്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് മനസ്സിലാകത്തില്ല. आपके मस्तिष्क में अगर व्याकुलता, उत्कंठता कहेंगे, स्ट्रेस कहेंगे, ये दिमाग को समझ में नहीं आएगा. ഇന്നത്തെ ആളുകൾക്ക് സ്ട്രെസ് ഉണ്ടാകും. आज के लोग को स्ट्रेस होता है. ഇന്നത്തെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സേഴ്സ് ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ IT കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഭയങ്കര സ്ട്രെസ്സിന്റെ കീഴിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഫിയർ ആയിട്ടാണ്. और आज के दुनिया में लोग बहुत तनाव से, स्ट्रेस से होकर जाते हैं, लेकिन हमारे दिमाग में स्ट्रेस को समझ नहीं सकते, बस भय के रूप में ही समझते हैं. जो IT कंपनी वगैरह में काम करते हैं वो लोग बहुत ही तनाव से होकर जाते हैं. ആ സമയത്ത് നമ്മുടെ സംവിധാനത്തിന് മനസ്സിലാകും എന്തോ അൺസേഫ് ആയിട്ടുള്ള കാര്യമുണ്ട്, എന്തോ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമുണ്ട്. तो हमारे मस्तिष्क में ये मैसेज मिल जाता है कि हमारे सामने कुछ खतरा है, हमारे लिए कुछ खतरनाक बात है. നമ്മുടെ തലച്ചോർ ഉടൻ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഓർഡർ കൊടുക്കും, മോർ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. उस समय हमारे दिमाग, मस्तिष्क पिट्यूटरी ग्लैंड्स को इस प्रकार से आदेश देता है कि ज्यादा हार्मोन्स को आप उत्पन्न करें. നിങ്ങൾക്കറിയാം, ഫിയർ വരുമ്പോൾ 2 റിയാക്ഷൻ ആണ് നമ്മുടെ ബോഡി ചെയ്യുന്നത്. ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ഓടിപ്പോവുക. और हमारे जीवन में जब भी भय आता है हमारे शरीर 2 कार्य को करता है, या तो युद्ध करो नहीं तो वहां से भागो.
മനുഷ്യൻ പണ്ട് കാട്ടിലായിരുന്നു. मनुष्य पहले जमाने में जंगल में रहता അവൻ था. കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ जब वो जंगल से होकर चलता ഒരു है, കടുവ അവിടെ. वहां पर एक बालू. അപ്പോൾ പെട്ടെന്ന് അവൻ ആ ഡേഞ്ചർ മനസ്സിലാകും. तब उसको मालूम है कि वो खतरा है. പൊടുന്നതിന് അവന്റെ തലച്ചോറ് അവന് വേണ്ട നിലയിലുള്ള കൂടുതൽ ഹോർമോൺസ് കൊടുക്കാൻ. എന്തിനു വേണ്ടി? ഓടുവാൻ വേണ്ടി. और मस्तिष्क उधर ही उसको ये क्षमता देता है, हार्मोन्स को प्रोड्यूस करता है ताकि वहां से वो भागे. ഓടുവാൻ മസിൽസിൽ കൂടുതൽ ശക്തി വേണം. उसके मसल्स में ज्यादा सामर्थ्य की जरूरत है दौड़ने के लिए. ഗ്ലൂക്കോസ് കൂടുതൽ വേണം. तो उसको शरीर में ग्लूकोज की जरूरत है. അങ്ങനെ ഗ്ലൂക്കോസ് കൂടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഉണ്ട്. ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ബോഡി അതിനെ ഗ്ലൂക്കോസ് ആക്കും. तो अगर ग्लूकोज ज्यादा चाहिए तो हमारे जो कोशों में ग्लाइकोजिन कर एक चीज है जिसको वो ग्लूकोज के रूप में बदल देता है ज्यादा एनर्जी देने के लिए ताकि हम जल्दी दौड़ सके. അങ്ങനെ ഓടണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ക്വിക്കൻ ആകണം. അതിനുവേണ്ടി ആ സംവിധാനം ഉടൻ തന്നെ ബോഡി ചെയ്യുന്നു. और अगर ऐसा दौड़ना है तो आपके हार्ट बीट भी तेज होना है, तो हार्ट बीट भी तेज होने लगता है. ഈ നിലയിൽ അന്ന് കാട്ടിൽ ഓടിയ മനുഷ്യൻ इस प्रकार से जंगल में उन दिनों में दौड़ने वाला मनुष्य ആ ഓട്ടത്തിൽ എക്സ്ട്രാ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഹോർമോൺസ് എല്ലാം കത്തിപ്പോകും. वहाँ जो हार्मोन्स जो एक्स्ट्रा जो उत्पन्न हुआ है वो दौड़ते समय ये सब जल जाता है, खत्म हो जाता है. എന്നാൽ ഇന്ന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓഫീസിൽ വെറുതെ കസേരയിൽ ഇരിക്കുകയാണ്. लेकिन आज जब स्ट्रेस होते, तनाव होते हैं, आप ऑफिस के कमरे में बैठे हैं. സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബോഡി പെട്ടെന്ന് ഡേഞ്ചർ, അൺസേഫ് സന്ദേശം ലഭിക്കുന്നുണ്ട്. തലച്ചോറ് ഉടനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിന് ഓർഡർ കൊടുക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് അഡ്രിനൽ ഗ്ലാൻഡിന് ഓർഡർ കൊടുക്കുന്നു. കൂടുതൽ അഡ്രിനലൈൻ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ നമ്മൾ ഓടുന്നില്ല, കസേരയിൽ ഇരിക്കുക. और जब ऐसा डर मस्तिष्क में समझ में आ जाता है, ज्यादा हमारे शरीर में हार्मोन्स का प्रोड्यूस होता है, लेकिन ये कुछ इस्तेमाल नहीं हो रहा है. ഉടനെ തന്നെ ബോഡി കൂടുതൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഓടുന്നില്ല, നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുക. और हमारे शरीर ज्यादा ग्लूकोज का उत्पन्न कर रहे हैं, लेकिन हम दौड़ नहीं रहे, हम अभी घर में ही बैठे हैं. ഫലം എന്താണ്? इसका फल क्या हुआ? ഈ സാധനങ്ങളെല്ലാം ശരീരത്തിൽ വെറുതെ ഇരുന്നത് രോഗമായിട്ട് മാറുകയാണ്. अभी उसका फल क्या है? ये सब जो चीज हमारे शरीर में एक्स्ट्रा उत्पन्न हुआ और ये बैठकर अभी बीमार हो रहे हैं. അനേകർ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. बहुत लोग ऐसे प्रतिसंधियों का सामना करते हैं. എന്നാൽ ഭയപ്പെടുന്നതിനു പകരമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ, अगर आप भय के बदले परमेश्वर के वचन के और अपना ध्यान लगाते हैं, ഈ വചനം നിങ്ങൾക്ക് ധൈര്യം തരാൻ പോകുകയാണ്. ये वचन आपको सामर्थ्य देगा. ഭയം തന്നെ മൈൽഡ് ആയിട്ടുള്ള ഫിയർ ഉണ്ട്, മീഡിയം ഫിയർ ഉണ്ട്, വളരെ ഇന്റൻസ് ആയിട്ടുള്ള സെവിയർ ആയിട്ടുള്ള ഫിയർ ഉണ്ട്. और भय हल्का रूप का होता है, माध्यम रूप का होता है और तीव्र रीति का होता है. ഭയം മൂലം അസ്ഥിരോഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. और भय से आपके हड्डियों में बीमारी हो सकता है, बाइबल के वचन से हम देख सकते हैं. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഒഴുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. और इब्रानियों 12 उसका 12-13 में देख सकते हैं, जो घुटने जो पैर जो झुके हुए हैं उसको सामर्थ्य बनाओ. ഈ വാക്യം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. 4-ാം വാക്യത്തിൽ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. और यशायाह 35 के 3 में भी हम देख सकते हैं, जिसमें लिखा है, जो दबे हुए मन है वो परमेश्वर पे पूरा विश्वास करे, आश्रय करे. जिनके कमजोर है वो कमजोरी के बदले वो परमेश्वर पूरा आश्रय करे. ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അസ്ഥിരോഗങ്ങളും ഭയവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. और इन वचनों के आधार पर हम देख सकते हैं हड्डी में जो बीमार है और भय ये जुड़ा हुआ है. ഇയ്യോബിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് പോകുക. आयुब के किताब 4 उसका 14 पद. ഭയവും നടുക്കവും എന്നെ പിടിച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. और वहां पे लिखा है कि भय मुझे पकड़ लिया और मेरे पूरे
पूरे जो हड्डी है वो हिलने लगा। ഈ സമയം തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസ്ഥികളുടെ മേലുള്ള രോഗങ്ങളെ യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. अगर इस समय आप विश्वास करते हैं आपके हड्डियों में जो बीमारी है प्रभु छूकर चंगा कर सकता है। ധൈര്യപ്പെടുക, आप धीरज ले, ഭയപ്പെടേണ്ട കാര്യമില്ല. आपको डरने की जरूरत नहीं है, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. क्योंकि प्रभु कहता है डरो मत, मैं तुम्हारे साथ हूँ। ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. तुम्हें डरने की जरूरत नहीं, क्योंकि मैं तुम्हारे साथ हूँ। 2 തിമോത്തിയോസ് 1:7 നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭയത്തിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട് എന്നാണ്. और दूसरे तिमोथी की किताब से भी हम देख सकते हैं कि वचन में लिखा है भय के पीछे दुष्ट आत्माएं हैं। 2 Timothy chapter 1 and verse number 7, spirit of fear എന്നാണ് പറയുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നിങ്ങളിൽ അയച്ചിരിക്കുന്നത്. और उस वचन में जब हम ध्यान से पढ़ते हैं हम समझ सकते हैं कि भय का एक आत्मा है। परमेश्वर जो है हमें भय का आत्मा नहीं देता। ഈ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മനനം ചെയ്തിട്ട് ഭയത്തിന്റെ ദുരാത്മാവിനെ, അൺഹെൽത്തി ഫിയർ കൊണ്ടുവരുന്ന ഭയത്തിന്റെ ദുരാത്മാവിനെ ശാസിക്കണം, വിട്ടുപോകുവാൻ കൽപ്പിക്കണം. और आपके अंदर जब भय आता है आपको चाहिए कि इन वचनों को पढ़े और वचन को पढ़कर वो जो भय की दुष्ट आत्मा है उसको आज्ञा दे कि आपके जीवन से निकल जाए। റോമാലേഖനം 8-15 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചത്. और रोमियो 8 उसका 15 में लिखा है क्योंकि तुमको दासत की आत्मा मिली नहीं है फिर कि तुम भयभीत हो, तुम्हारा ले पालन की आत्मा मिला है जिससे तुम अब्बा पिता कर कर पुकारते हो। ഭയം വരികയാണെങ്കിൽ ദാസന്മാരായി തീരുമെന്നാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ ദാസത്വമാണ് അവിടെ വരുവാൻ സാധ്യതയുള്ളത്? നമ്മൾ ആ ഭയത്തിന് അടിമകളായി തീരും, ഭയം വരുത്തുന്ന രോഗങ്ങൾക്ക് അടിമകളായി തീരും. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അപ്പാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മിൽ അയച്ചിരിക്കുന്നത്. जब भय आपके अंदर आता है ये वचन के अनुसार आप दासत में जा सकते हैं, आप कई चीजों के दास बन सकते हैं। क्या क्या चीजों के दास बन सकते हैं? बीमारी का दास बन सकते हैं। तो प्रभु हमें एक डर का आत्मा नहीं लेकिन ले पालन का आत्मा दिया है जिससे हम पिता को अब्बा पिता बुला सकते हैं। ഫിയറുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിയുന്ന സൈക്കാട്രിക് രോഗങ്ങളിൽ ഒന്ന് ബൈപോളാർ ഡിസോർഡർ. അത് ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और आज जो भय से जुड़ा हुआ बीमारी है बाइपोलर डिसऑर्डर करके है। ഫിയറിന്റെ പരിണിതഫലമായിട്ട് ക്രോണിക് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. और भय के कारण क्रॉनिक निराशा आपके जीवन में आ सकता है। മറ്റൊരു രോഗമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഫിയർ മൂലമുണ്ടാകുന്ന ഒരു സൈക്കാട്രിക് രോഗമാണ്. और दूसरा एक बॉर्डर लाइन पर्सनालिटी डिसऑर्डर करके एक साइकेट्रिक बीमारी है। ഡിസോസിയേഷൻ എന്ന് പറയുന്ന മറ്റൊരു സൈക്കാട്രിക് രോഗമുണ്ട്. और डिसएसोसिएशन कर एक साइकेट्रिक बीमारी है। ചിന്തകളും ഓർമ്മകളും തമ്മിലൊന്നും അസോസിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഡിസോസിയേഷൻ, പല നിലകളിൽ ഡിസോസിയേഷൻ ഉണ്ടാക്കുന്ന ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് രോഗത്തിന്റെ പിന്നിൽ ഭയം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. और वो अपने सोच को और यादाश्त को एक साथ मिला नहीं सकते, वो बिगड़ा हुआ होता है, ऐसा एक साइकेट्रिक बीमारी है। ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന OCD എന്ന് പറയുന്ന ഒരു രോഗം ഫിയറിന്റെ പരിണത ഫലമാകുന്നു. और ऑब्सेसिव कंपल्सिव डिसऑर्डर OCD का जो है वो भी भय के कारण होने वाली साइकेट्रिक बीमारी है। ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നു. वो बार बार एक बात को करते हैं। കൈ കഴുകിയിട്ടും ക്ലീൻ ആയെന്ന് തോന്നില്ല, പിന്നെയും കൈ കഴുകുകയാണ്. वो हाथ धोते बार बार हाथ धोते फिर भी लगता है उनका हाथ गंदा है। ചിലരുടെ തലമുടി പറിക്കുന്നവരുണ്ട്, ആവർത്തിച്ച് തലമുടി പറിക്കും. और कुछ लोग अपने बाल को ऐसे उठाते हैं, बार बार अपने बाल को उठाते हैं। ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുകയും അതൊരു ഒബ്സഷനായി തീരുകയും ചെയ്യുകയാണെങ്കിൽ OCD ആകുവാൻ സാധ്യതയുണ്ട്. അതിന്റെ പിന്നിൽ ഫിയർ ഉണ്ട് എന്ന് പറയുന്നു. और एक बात को वो बार बार करते हैं तो इससे उसको ऑब्सेसिव होता है, तो इसको हम ऑब्सेसिव डिसऑर्डर OCD कर कहते हैं। इसका पीछे भी भय कारण है। മറ്റൊരു സൈക്കാട്രിക് രോഗമാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, PPD, പാരനോയിഡ്
പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓവർ സസ്പീഷൻ ആണ് അതിൻ്റെ പിന്നിലും ഫിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. और दूसरी प्रकार सब भय से जुड़ा हुआ बीमारी है PPD, पैरानॉइड पर्सनालिटी डिसऑर्डर कर जो बहुत शक करते हैं, हर एक बात में शक करते हैं. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ ചില കുഞ്ഞുങ്ങളുണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇരിക്കത്തില്ല, ബാത്റൂമിലേക്ക് ഒന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല. आप अपने घर में भी देख सकते हैं, आपके घर में जो बच्चे लोग होते हैं वो रात होने से डर जाते हैं, एक कमरे से दूसरे कमरे, उनको वॉशरूम भी जाना होता है, वो अकेला नहीं जाते. और कोई लोग जो है रात में लाइट ऑफ नहीं करते. ഒരിക്കൽ കൂടെ ഞാനത് പറയട്ടെ, ചിലർ ലൈറ്റ് കെടുത്തി രാത്രിയിൽ ഉറങ്ങത്തില്ല. कोई लोग जो है वो रात में कमरे के लाइट ऑफ नहीं करते. ഒരിക്കൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കപ്പിൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ലൈറ്റ് കിടത്തണമെന്നുണ്ട്, ഭർത്താവിന് ഭയമാണ്, അതുകൊണ്ട് ലൈറ്റ് കിടത്തുകയില്ല, രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. तो ये जब हमने कहा, एक परिवार हमारे पास आकर कहा कि पत्नी चाहती है कि वो लाइट ऑफ करे, लेकिन पति को डर लगता है, वो लाइट डालकर ही सोते हैं. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മുറിയിൽ വെളിച്ചം വന്നാൽ നിങ്ങളുടെ ഉറക്കം സുഖകരമാകുകയില്ല. आप जब सोते हैं, आपके कमरे में ज्यादा रोशनी होने से आपके नींद को वो प्रभावित कर सकता है. പകൽ ഉറങ്ങുമ്പോൾ പോലും കർട്ടനിട്ട് മുറി ഇരുട്ടാക്കിയാണ് ഉറങ്ങേണ്ടത്. और अगर आप सुबह के समय भी अगर विश्राम करते हैं, आपको चाहिए कि आपके कर्टन्स को डालें और कमरे में रोशनी कम हो. ലോകം ആയിരക്കണക്കിന് ഫിയറുകളുണ്ട്, ആയിരക്കണക്കിന് ഭയങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് പ്രധാനമായും 3 ഭയങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. और संसार कहता है कि संसार में कई हजारों प्रकार का भय है, लेकिन जब आप बाइबल में ध्यान देते हैं, बाइबल में 3 प्रकार का भय को बताते ഈ हैं. 3 ഭയങ്ങളെയും യേശു തകർത്തു. लेकिन ये तीनों भय को यीशु मसीह ने कुचल दिया. സൈക്കാട്രി കണ്ടെത്തിയിരിക്കുന്ന 7000 ഭയങ്ങളെയും നമുക്ക് ഈ 3 ഭയങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. साइकेट्रिक के द्वारा पकड़ा हुआ ये 7000 भय को हम इस 3 भय के नीचे ला सकते हैं. ഒന്നാമത്തെ ഭയം ഫിയർ ഓഫ് മാൻ, മനുഷ്യ ഭയം. और सबसे पहला है मनुष्य से डर. സദൃശ്യവാക്യം 29:25 കാണുവാൻ കഴിയുന്നു, മനുഷ്യ ഭയം ഒരു കണിയാകുന്നു. और नीति वचन उसका 29वां अध्याय उसका 25वां पद में देख सकते हैं, मनुष्य भय जो है एक जाल के जैसा है. ആ ഭയത്തിനൊരു നല്ല മരുന്ന് കർത്താവാകുന്ന യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. उसके लिए यीशु मसीह ने बहुत अच्छा दवाई लूको की सुसमाचार उसका 12 अध्याय उसका 4 पद में कहा है. എന്നാൽ എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. मैं तुमसे जो तेरे मित्र हूँ कहता हूँ कि जो शरीर का घात कर सकता है परंतु उसके पीछे और कुछ नहीं कर सकता, उससे मत डर. നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ, നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവർ, നിങ്ങൾക്ക് വിരോധമായി ആക്രമണം അഴിച്ചുവിടുന്നവർ, അവരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഏറ്റവും അധികം ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? നിങ്ങളെ കൊല്ലാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ കൊന്നാൽ പോലും നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആത്മമനുഷ്യനെ തൊടുവാൻ അവർക്ക് കഴിയുകയില്ല. जो लोग आपके विरुद्ध काम करते हैं, जो लोग आपके विरुद्ध बात करते हैं, जो लोग आपको तकलीफ देते हैं, उनसे आपको डरने की जरूरत नहीं, क्योंकि किस हद तक वो आपकी हानि पहुंचा सकते हैं. हो सकता है वो आपके शरीर को मार दे, लेकिन आपकी आत्मा को वो छू नहीं सकता. ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഭയമാണ് ഫിയർ ഓഫ് ഡെവിൾ, പിശാചിനെ ഭയം. और दूसरी प्रकार का भय जो बाइबल में दिखाता है वो है शैतान से भय. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ लूका 10 अगर जब देखते हैं, അതിന്റെ 17-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ അവരോട് പറയുകയാണ്, ആ 70 പേർ സന്തോഷത്തോട് മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് മറുപടി പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. और उसका 17 पद में लिखा है कि हम वो 17 लोग आनंद करते हुए लौटते और कहते हैं कि हे प्रभु, तेरे नाम से दुष्ट आत्मा भी हमारे वश में हो गए हैं, शैतान को भी बिजली के समान स्वर्ग से गिरते हुए हमने देखा. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു സന്ദേശം, ഒരു നല്ല കാര്യം പറയട്ടെ. ഇത് സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ്. ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്നതിന് മുന്നമേയാണ്. तो ये जो संभव है, जो चेले लोगों को यीशु मसीह कहता है, ये यीशु मसीह के
क्रूशीकरण के पहले की बात है। അപ്പോൾ യേശുക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞിട്ടില്ല. उस समय यीशु मसीह ने अपना खून को नहीं बहाया। രക്തം ചൊരിയുന്നതിന് മുന്നമേ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി. आप देखिए यीशु मसीह के रक्त बहने से पहले ही यीशु मसीह के नाम से दुष्ट आत्माएं पैरों तले आए। എന്നാൽ ഇന്ന് നമ്മുടെ സാധ്യത എന്താണെന്ന് അറിയാമോ? क्या आपको मालूम है आज हमारी संभावना क्या है? യേശുവിന്റെ നാമം മാത്രമല്ല, यीशु मसीह का नाम बस नहीं, യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. यीशु मसीह की लहू हमारे लिए उपलब्ध है। പിശാചിന് ഏറ്റവും പേടിയുള്ളത് യേശുവിന്റെ രക്തത്തെയാണ്. शैतान को सबसे डर है यीशु मसीह की लहू से। വാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തത്തെ ആക്ടിവേറ്റ് ചെയ്യുവാൻ പരിശീലനം നേടുക, അത് നിങ്ങൾ പ്രായോഗികമാക്കുക. രക്തത്തെ സജീവമാക്കുവാൻ നിങ്ങൾ ആ കാര്യം പ്രായോഗികമാക്കുക. यीशु मसीह के लहू को आप अपने जीवन में ले ले, उसमें जो सामर्थ है उसको अपने जीवन में लेने के लिए आप प्रैक्टिस करें। കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പിശാചിന് എന്താ സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. कोलोसी उसका 2 उसका 14 में लिखा है कि शैतान को क्या हुआ। അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും അയച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശു ക്രിസ്തു ക്രൂശിൽ പിശാചിനെ തകർത്തു. और हम उसमें देख सकते हैं उसका 2:14 में कि और वो जो विरोध में था उसको मिटा डाला, उसके क्रूश पर कीली से जड़कर उसको हटा दिया। നിങ്ങൾ യേശുവുള്ള ഒരു വ്യക്തിയാകുന്നു എങ്കിൽ നിങ്ങൾക്ക് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. अगर आपके अंदर यीशु मसीह है, आपको शैतान से डरने की जरूरत नहीं है। ഒറ്റ പിശാചിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. किसी शैतान की शक्ति को डरने की जरूरत नहीं है। ഈ ഭൂമി ശരീരമുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ്. ये जो धरती है ये शरीर प्राप्त हुए व्यक्ति को दिया है। ശരീരമുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ഇപ്പൊ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. जिसका पास शरीर है वही इस धरती में आज कार्य कर सकता है। ഒരാത്മാക്കൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. कोई भी आत्मा यहाँ पे कार्य नहीं कर सकता। അതുകൊണ്ടാണ് പിശാചിന് മനുഷ്യരെ കൂടാതെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. इसलिए शैतान को एक मनुष्य के बिना कार्य नहीं कर सकता। മനുഷ്യനെ കിട്ടിയില്ലെങ്കിൽ ഒരു പന്നിയേലും കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. शैतान क्या चाहता है? एक मनुष्य को नहीं मिले तो एक सुअर को कम से कम मिले। മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ശരീരമുള്ള ഈച്ച ശരീരമില്ലാത്ത പിശാചിനേക്കാൾ ശക്തിയുള്ളവാകുന്നു. आप समझ ले, बिना शरीर का जो शैतान है वो एक मक्खी से भी कमजोर है। നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഈച്ച പിശാചിനെ പേടിച്ചിരിക്കുന്നത്? പൂച്ച പിശാചിനെ പേടിച്ചിരിക്കുന്നത്, കാക്ക അയ്യോ പിശാച് വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നത്? क्या आपने कभी देखा है एक मक्खी डर के बैठा है कि शैतान आ रहा है? एक जो कौवा है वो डर के बैठा है कि शैतान आ रहा है? एक जो बिल्ली वो डर के बैठा है कि शैतान आ रहा है? നമ്മൾ ഭയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഈ കാക്കയെല്ലാം പോയി സുഖമായിട്ടിരിക്കുകയാണ്. ആ കാക്ക എവിടുന്ന് അവിടുന്ന് കാര്യം സാധിക്കുകയാണ്. आप देखिए जो हम डरते हैं ऐसे जगहों में जाने के लिए, ये कौवा वहां जाते हैं, वहां की बातों का अनुभव करते हैं। അതിനാൽ ഒരു പിശാചിനെയും അഭിഷേകമുള്ളവർ ഭയപ്പെടേണ്ട കാര്യമില്ല. इसलिए एक भी अभिषेक, कोई भी शैतान की शक्ति से डरना नहीं है। മൂന്നാമത്തെ ഭയം, ബൈബിൾ പറയുന്ന ഭയം ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഭയം മരണത്തിന്റെ ഭയമാണ്. മരണഭയം അനേകർ അനുഭവിക്കുന്ന ഭയമാണ് മരണഭയം, രോഗഭയം. അങ്ങനെയുള്ള മരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഭയങ്ങളെ അനേകർ ഭയപ്പെടുന്നു. और तीसरी प्रकार का भय है मृत्यु का भय। बहुत लोग मृत्यु के भय के अधीन में हैं। ആമേൻ. സങ്കീർത്തനം 91 നമ്മൾ വായിക്കുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. भजन संगीता उसका Psalms 91 में लिखा है कि आपको जो रात के डर है, ये सब डर से कोई भी डरने की जरूरत नहीं है। കാരണം നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനാകുന്നു. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്ന വ്യക്തിയാകുന്നു. സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും നമുക്ക് 91-ാം സങ്കീർത്തനത്തിലെ അനുഗ്രഹങ്ങൾ നമ്മുടേതാക്കി തീർക്കണമെങ്കിൽ സംസാരിക്കണം, സ്പീക്ക് ചെയ്യണം, പറയുമ്പോഴാകുന്നു അവിടെ നിനക്ക് വിജയം ലഭിക്കുന്നത്. क्योंकि एक परमेश्वर का बच्चा जो परम प्रांत के छाए में हुए स्थान बैठता है और सर्वशक्तिमान की छाए में ठिकाना पाता है, वो कहता है कि वो मेरा शरण स्थान और गढ़ है। तो वो यहाँ पे देख सकते कि
कहना बहुत जरूरी है। आप जब मुंह से जब कहते हैं तभी आप विजय को प्राप्त करते हैं। അകത്ത് ഭയമുള്ളപ്പോഴും വാ കൊണ്ട് പറയണം ഞാൻ ഭയപ്പെടത്തില്ല. अगर आपके अंदर भी डर है, आप मुंह खोलकर जोर से बोलना है कि मुझे डर नहीं है, मैं डरूंगा नहीं। വചനം ഏറ്റു പറയണം, ഒരർത്ഥവും ഭയപ്പെടുകയില്ല, ഒരർത്ഥവും എൻ്റെ ഭവനത്തിന് വരികയില്ല, എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് എന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. और आप इस प्रकार से मुंह खोलकर बोलना है कि मुझे कोई हानि नहीं पहुंचेगी, मेरे घर में कोई हानि नहीं होगा कर कर। എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് യേശു ഭയത്തെ കാൽവറിയിൽ തകർത്തു. യേശു മരണ ഭയത്തെ കാൽവറിയിൽ തകർത്തു. और इब्रानी उसका 2 अध्याय उसका 4 पद में हम देख सकते हैं यीशु मसीह काल्वरी क्रूस पर वो डर को मृत्यु को हरा दिया. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. और वहां पे लिखा है इसलिए जब कि लड़की मांस और लहू से भागी है तो वह अपने ही आप समान उसका सहभागी हो गया है, ताकि मृत्यु के द्वारा उसे जिसने मृत्यु पर शक्ति मिली है. ഇത്ര വലിയ വിടുതലാണ് യേശു നമുക്ക് നൽകി തന്നിരിക്കുന്നത്. यीशु मसीह कितना बड़ा छुटकारा हमारे जीवन में दिया है. അതിനാൽ അൺഹെൽത്തി ഫിയർ ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. इसलिए एक बिना डर का हम इस पृथ्वी पर जी सकते हैं. അൺഹെൽത്തി ഫിയർ ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. एक अस्वस्थ डर के बिना हम इस भूमि पर जी सकते हैं. ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്, വെപ്രാളം. और दूसरा एक डर है एंग्जाइटी डिसऑर्डर में आने वाला पैनिक डिसऑर्डर या घबराहट. അതിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, ഹൃദയം വല്ലാതെ സ്പന്ദിക്കുന്നു, ആളുകൾ വെപ്രാളമുള്ളവരായി തീരുകയാണ്, അവരുടെ നെഞ്ചിലും വയറ്റിലും പെട്ടെന്ന് വേദനയുണ്ടാകുന്നു, ശ്വാസം എടുക്കുവാൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. അതൊക്കെ പാനിക്കിൻ്റെ അടയാളമാകുവാൻ സാധ്യതയുണ്ട്. और ये पैनिक डिसऑर्डर का कुछ लक्षण होता है, उनका दिल जो धड़कना तेज होता है,